ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാംസഭക്ഷണം പാചകം ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളികൾ ദേവസ്വം വക പാഞ്ചജന്യം അനക്സിലെ കരാർ തൊഴിലാളികളാണ് ചിക്കൻ കറി വെച്ചത്. സംഭവം നേരത്തെ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടും ശ്രദ്ധ ചെലുത്തിയില്ലെന്ന് പരാതി. ഇവരുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഇത് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടും നടപടി സ്വീകരിച്ചില്ല എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് തന്നെ എത്രത്തോളം ഭക്തരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു? കെ.പി. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തുള്ള പാഞ്ചജന്യം അനക്സിലാണ് തരത്തിൽ കരാർ തൊഴിലാളികൾ ചിക്കൻ കറി വച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന ഭക്തർ പോയി നേരിട്ട് തന്നെ എടുക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ കാര്യമൊക്കെ തന്നെ ഭക്തർ പറയുന്നത്. കാരണം നേരത്തെയും ഈ പരിസരത്ത് നിന്ന് ഇത്തരത്തിൽ മാംസഭക്ഷണത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിനെ സൂചിപ്പിച്ചിട്ടുണ്ട്, എങ്കിലും അതിൽ ശ്രദ്ധ ചെലുത്തിയില്ല എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ പുണ്യപാവനമായിട്ടുള്ള ക്ഷേത്ര പരിസരത്താണ് ഈ അനക്സ് ഹാൾ, അതായത് ഈ പാഞ്ചജന്യം അനക്സ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ദേവസ്വം ബോർഡിന് സമീപത്ത് തന്നെയാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ സ്ഥിരമായി കരാർ തൊഴിലാളികൾ താമസിച്ച് പണി ചെയ്തു വരുന്നത്. കരാറുകാരൻ കൃത്യമായും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് തന്നെ അവരെ സൂചിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ മാംസഭക്ഷണം ഈ ക്ഷേത്ര പരിസരത്ത് പാചകം ചെയ്തുകൊണ്ടാണ് ഇവർ ജോലി തുടരുന്നത്. ഇത് തന്നെയാണ് സ്ഥിരമായി ഈ ഗന്ധം ഉണ്ടായിരുന്നു. തുടർന്നാണ് അവിടേക്ക് ഈ ഭക്തർ എത്തുന്നത്. എന്നിട്ട് അവർ തന്നെ നേരിട്ട് എത്തിയാണ് ഈ ദൃശ്യങ്ങൾ പാകുന്നത്. നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. ചിക്കൻ കറിയാണ് അവിടെ പാചകം ചെയ്തത്. സാധാരണയായി ഈ ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിൽ മാംസഭക്ഷണങ്ങളൊന്നും തന്നെ പാചകം ചെയ്യാറില്ല. കാരണം അത്രയും പാവനമായി സൂക്ഷിച്ചു പോരുന്ന തന്നെയാണ് മനോജ്. ഒപ്പം തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ്, അവർക്കൊരു പക്ഷേ കാര്യങ്ങൾ അറിയാത്തവരായിരിക്കാം. പക്ഷേ കരാറുകാരാണ്, ഇതുമായി ബന്ധപ്പെട്ട അധികൃതരാണ് ഇവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് അവരുടെ ഭാഗത്തിനും ഉണ്ടായില്ല. ആ ഒരു വലിയ അനാസ്ഥ തന്നെയാണ് പ്രകടമാകുന്നത്, അല്ലേ? ഈ കരാറുകാർ തന്നെയാണ് കൃത്യമായും അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ദേവസ്വം ബോർഡിന്റെ വക ഈ പാഞ്ചജന്യത്തിൽ ജോലിക്കായി കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് കൃത്യമായുള്ള നിർദ്ദേശം കൊടുക്കേണ്ടത്. അത് അധികൃതർ കൃത്യമായി ഈ കരാറുകാരനെ അറിയിക്കണമായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായതുകൊണ്ട് തന്നെ അവർ മാംസഭക്ഷണം വയ്ക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ചിന്തിക്കാവുന്നതാണ്. അത് കൃത്യമായും അക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ മനോജിലേക്ക് ഇപ്പോൾ BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനിൽ മഞ്ചരമ്പത്ത് നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ അനിൽ, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഗുരുവായൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ കരാറുകാരൻ്റെ ഭാഗത്തിനൊപ്പം കരാറുകാരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ദേവസ്വം അധികൃതരുടെ അടക്കം ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഭക്തരെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. കാരണം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്ര പരിസരത്ത് കൂടി ഇന്നർ റിംഗ് റോഡ്, അത് പ്രത്യേകിച്ച് പണ്ട് കാലങ്ങളിൽ ബോർഡ് പോലും വെച്ചിരുന്നു. മത്സ്യമാംസങ്ങൾ ആ വഴി നടന്നു പോലും എന്ന് വെച്ചാൽ ഈ സാധാരണ വിൽപ്പന പോലും നിരോധിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് ഇത് പാചകം ചെയ്ത് കഴിച്ചു എന്ന് പറയുന്നത്. അതും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഈ ദേവസ്വം ഓഫീസിലൂടെ മുന്നിലൂടെ നടന്നു പോകുന്ന ആളുകൾ ഇത് കുറച്ച് ദിവസമായിട്ട് സ്ഥിരം ഈ മണം അവർക്ക് കിട്ടുന്നു നടക്കുന്ന സമയത്ത്. അങ്ങനെയാണ് അവർ ഇന്നലെ നേരിട്ട് ചെന്ന് ഈ സംഗതി അവര് ഭക്തരാണ് ഇത് കണ്ടുപിടിക്കുന്നത് തന്നെ. ഇത്രയും ഉണ്ടായിട്ടും ദേവസ്വത്തിന്റെ ആളുകളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ആരും തന്നെ ഇതെന്നറിയാതെ യഥാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ അവരുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇത് നേരിട്ട് അവർ കണ്ടതിന് ശേഷം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു. പക്ഷെ യാതൊരു വിധത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ വലിയൊരു അനാസ്ഥയാണ്. അതിൽ സ്വാഭാവികമായിട്ടും കരാറുകാരെ സംബന്ധിച്ച് അറിയാം, ഗുരുവായൂരിൽ ഇത്രയും പവിത്രതയോടെ കൊണ്ടു കിടക്കുന്ന ആ ഒരു ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലൊന്നും ചെയ്യാൻ പാടില്ല എന്ന് സ്വാഭാവികമായിട്ട് അറിയുന്നതാണ്. അപ്പൊ ഇത് വലിയൊരു വീഴ്ചയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം. അതായത് ഈ കാര്യങ്ങൾ അവരെ അറിയിച്ചിട്ടും ധരിപ്പിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അവരും ഇപ്പോൾ ആ ഒരു മനോഭാവത്തോടെയാണ് പോകുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് വ്യക്തമായിട്ട് ഇതിപ്പോ അതിന്റെ ചില വോയിസ് ക്ലിപ്പൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രധാനപ്പെട്ട ദേവസ്വത്തിന്റെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് അയച്ചത് ഈ കണ്ട ഭക്തർ അല്ലെങ്കിൽ ഇത് ഈ മണം ലഭിച്ചു എന്ന് പറയുന്ന ഭക്തര് നേരിട്ട് അയച്ച പല വോയിസുകളും നമുക്കിപ്പോ ഇന്ന് രാവിലെ തൊട്ടിട്ട് അവർ അയക്കുന്നുണ്ട്. ഞങ്ങളിത് അയച്ചു കൊടുത്തിരുന്നു, അപ്പൊ നോക്കാം എന്നല്ലാതെ യാതൊരു നടപടിയും ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒന്നും അവർ ചെയ്തിട്ടില്ല. അപ്പൊ എന്താ വെച്ചാൽ വളരെ അത് വേദന ഉള്ളതാണ്. കാരണം ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഈ പറയുന്ന സംഗതി. വളരെയധികം നന്ദി ശ്രീ അനിൽ, ഈ ഒരു സമയം ഞങ്ങളോട്
സഹകരിച്ചതിന്. ഏതായാലും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും അധികൃതരുടെയും അനാസ്ഥ, ഈ ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലുള്ള മാംസഭക്ഷണം പാചകം ചെയ്യുന്നു, ഇതര സംസ്ഥാന തൊഴിലാളികൾ അത് കഴിക്കുന്നു. ദേവസ്വം വക പാഞ്ചജന്യം അനക്സിലെ കരാർ തൊഴിലാളികളാണ് ഇങ്ങനെ ചിക്കൻ കറി വെച്ചത്. സംഭവം നേരത്തെ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടും ഒരു ശ്രദ്ധയും ഉണ്ടായിട്ടില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.